കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ ബസ്സുകളിൽ സ്ത്രീകൾക്ക് ഫ്രീ ട്രാവൽ നൽകാനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പുതിയ തീരുമാനം ഇപ്പോൾ സംസ്ഥാനത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഒരു വിഭാഗം പറയുന്നത് ഇത് വുമൺ എംപവർമെൻറ്റിൻ്റെ വലിയ സ്റ്റെപ്പാണെന്നാണ്. മറ്റൊരു വിഭാഗം പറയുന്നതോ ഇതുകൊണ്ട് KSRTCയും പ്രൈവറ്റ് ബസ്സും തകരും എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പദ്ധതി നല്ലതാണോ, അല്ലെങ്കിൽ കേരള എക്കോണമിക്ക് ഫ്യൂച്ചറിൽ വലിയ ബേർഡനാകുമോ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാ സൈഡിൽ നിന്ന് ഈ വിഷയത്തെ ഡീറ്റെയിൽ ആയി നോക്കാം. ആദ്യം ഗവൺമെൻറ്റിൻ്റെ വ്യൂ എന്താണെന്ന് നോക്കാം. കേരളത്തിൽ വർക്കിംഗ് വിമൺ, സ്റ്റുഡൻസ്, ഡെയിലി വേജ് വർക്കേഴ്സ്, വീട്ടമ്മമാർ ഇവരിൽ പലർക്കും ദിവസവും ട്രാവൽ എക്സ്പെൻസ് വലിയ ബേർഡനാണ്. പ്രത്യേകിച്ച് ലോവർ മിഡിൽ ക്ലാസ് ഫാമിലികൾക്ക് ബസ് ചാർജ് പോലും മന്ത്ലി വലിയ എക്സ്പെൻസ് ആകാറുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെൻറ് പറയുന്നത് ഫ്രീ ബസ് ട്രാവൽ സ്ത്രീകളുടെ സാമ്പത്തിക ബേർഡൻ കുറയ്ക്കും, മൊബിലിറ്റി വർദ്ധിപ്പിക്കും, വുമൺ കൂടുതൽ എഡ്യൂക്കേഷനും ജോബ്സിനും കൂടുതൽ സഹായിക്കും. അതായത് ഇതൊരു ട്രാൻസ്പോർട്ടേഷൻ സ്കീം മാത്രമല്ല, സോഷ്യൽ വെൽഫെയർ പ്ലസ് വുമൺ എംപവർമെൻറ്റ് പദ്ധതി എന്ന രീതിയിലാണ് സർക്കാർ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ വുമൺ സൈഡിൽ നിന്ന് നോക്കിയാൽ ഈ പദ്ധതി പലർക്കും വലിയ റിലീഫാകും. ഒരു വർക്കിംഗ് വുമൺ ദിവസവും 2 ബസ് മാറി ഓഫീസിൽ പോകുന്നുണ്ടെങ്കിൽ മന്ത്ലി ആയിരക്കണക്കിന് രൂപ സേവിങ്സ് ലഭിക്കാം. സ്റ്റുഡൻസിനും ഇത് വലിയ ബെനിഫിറ്റാണ്. എസ്പെഷ്യലി റൂറൽ ഏരിയയിൽ നിന്നുള്ള സ്ത്രീകൾക്ക് ട്രാവൽ എക്സ്പെൻസ് കുറയ്ക്കുന്നത് ഡെയിലി ലൈഫ് വളരെ ഈസിയാക്കും. പല വുമൺ ഗ്രൂപ്പ്സും പറയുന്നത് പുരുഷന്മാർക്ക് സൊസൈറ്റി ഓൾറെഡി കൂടുതൽ മൊബിലിറ്റി ഫ്രീഡം നൽകുന്നുണ്ട്. അതുകൊണ്ട് വുമൺ പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യാൻ ഇത്തരം സ്കീം ആവശ്യമാണെന്നാണ്. പക്ഷേ ഇനി പുരുഷ സൈഡിൽ നിന്ന് വരുന്ന ക്രിറ്റിസിസം നോക്കാം. പല പുരുഷന്മാരും ചോദിക്കുന്ന ഒരു ചോദ്യം, പാവപ്പെട്ട പുരുഷന്മാർക്ക് എന്തുകൊണ്ട് ഫ്രീ ട്രാവൽ ഇല്ല? കാരണം കേരളത്തിൽ ഡെയിലി വേജ് വർക്കേഴ്സ്, ലേബേഴ്സ്, അൺഎംപ്ലോയ്ഡ് യൂത്ത് ഇവരിൽ പലരും ബസ് ചാർജ് കാരണം സ്ട്രഗിൾ ചെയ്യുന്നവരാണ്. അപ്പോൾ ജെൻഡർ മാത്രം അടിസ്ഥാനമാക്കി ബെനിഫിറ്റ് നൽകുന്നത് ഫെയർ ആണോ എന്ന ഡിബേറ്റ് ഉയരുന്നുണ്ട്. ചിലർ പറയുന്നത് ഇൻകം ബേസ്ഡ് സബ്സിഡി ബെറ്റർ ആയിരുന്നേനെ എന്നാണ്. അതായത് പുവർ ഫാമിലികൾക്ക് റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ സപ്പോർട്ട് നൽകണം എന്നാണ് അവരുടെ ആർഗ്യുമെൻറ്റ്. ഇനിയൊരു ബിഗ്ഗസ്റ്റ് കൺസേൺ KSRTCയുടെ സാമ്പത്തിക സ്ഥിതിയാണ്. KSRTC ഓൾറെഡി ഹ്യൂജ് ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെയാണ് പോകുന്നത്. സാലറി ഡിലേസ്, പെൻഷൻ ഇഷ്യൂസ്, ലോൺ ബേർഡൻ, ഫ്യൂവൽ എക്സ്പെൻസ് ഇതെല്ലാം നേരിടുന്ന സമയത്താണ് ഇപ്പോൾ ഗവൺമെൻറ് ഫ്രീ ട്രാവൽ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. റിപ്പോർട്ട്സ് അനുസരിച്ച് സ്ത്രീ പാസഞ്ചേഴ്സിൽ നിന്ന് KSRTCക്ക് ദിവസവും ഏകദേശം 3.5 മുതൽ 4 കോടി രൂപ വരെ റവന്യൂ ലഭിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ. അപ്പോൾ ഫ്രീ ട്രാവൽ വന്നാലോ? ആ റവന്യൂ ഗ്യാപ്പ് ആരാണ് ഫില്ല് ചെയ്യുക? ഗവൺമെൻറ് സബ്സിഡി നൽകുമെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ തന്നെയാണ് വലിയ സാമ്പത്തിക ചോദ്യം വരുന്നത്. കേരളത്തിൻ്റെ ബഡ്ജറ്റ് സ്ഥിതി ഓൾറെഡി പ്രഷറിലാണ്. സ്റ്റേറ്റ് ഡെപ്റ്റ് കൂടുന്നു, വെൽഫെയർ സ്പെൻഡിങ് വളരെ കൂടുതലാണ്, റവന്യൂ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത്തരം സമയത്ത് ഗവൺമെൻറ് വർഷത്തിൽ ആയിരക്കണക്കിന് കോടി സബ്സിഡി സസ്റ്റെയിൻ ചെയ്യുമോ? ഓപ്പോസിഷൻ ക്രിട്ടിക്സ് പറയുന്നത് ഇത് പൊളിറ്റിക്കലി അട്രാക്റ്റീവ് സ്കീം ആണെങ്കിലും എക്കണോമിക്കലി റിസ്ക് ആണ്. ഇനി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിൻ്റെ ടെൻഷൻ നോക്കാം. കേരളത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ബാക്ക് ബോൺ വലിയൊരു പങ്ക് പ്രൈവറ്റ് ബസ്സുകൾക്കാണ്. പ്രത്യേകിച്ച് വുമൺ പാസഞ്ചേഴ്സ് പ്രൈവറ്റ് ബസ്സിലേക്ക് മേജർ കസ്റ്റമർ ബേസാണ്. ഫ്രീ KSRTC ട്രാവൽ വന്നാൽ വുമൺ പാസഞ്ചേഴ്സ് നാച്ചുറലി KSRTCയിലേക്ക് ഷിഫ്റ്റ് ആകാൻ ചാൻസ് കൂടുതലാണ്. അതായത് പ്രൈവറ്റ് ബസ്സുകൾക്ക് പാസഞ്ചർ ലോസ് ഉണ്ടാകും. പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് പറയുന്നത് ഇത് കണ്ടിന്യൂ ചെയ്താൽ പല റൂട്ടുകളിലും പ്രൈവറ്റ് ബസ് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ ഫ്യൂച്ചറിൽ കേരളത്തിൻ്റെ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇംബാലൻസ് ആകും. ഇനി മറ്റൊരു പ്രാക്ടിക്കൽ പ്രോബ്ലം, KSRTCക്ക് ഇത് കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഓൾറെഡി പീക്ക് അവേഴ്സിൽ ഓവർ ക്രൗഡിങ് വലിയ പ്രശ്നമാണ്. ഫ്രീ ട്രാവൽ വന്നാൽ റൈഡർഷിപ്പ് സഡൻലി കൂടും. അപ്പോൾ കൂടുതൽ ബസ്സുകൾ വേണം, കൂടുതൽ ജീവനക്കാർ വേണം, മെയിൻ്റനൻസ് കോസ്റ്റ് കൂടും, ഓപ്പറേഷണൽ പ്രഷർ കൂടും. അതായത് സ്കീം അനൗൺസ് ചെയ്യുന്നത് മാത്രം പോരാ, അതിനെ മാനേജ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൂടെ വേണം. ഇപ്പോൾ ചോദ്യം, ഗവൺമെൻറ് ഇതെങ്ങനെ മാനേജ് ചെയ്യും? എക്സ്പേർട്ട് സജസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ സെൻട്രൽ സബ്സിഡി മോഡൽ പോലുള്ള റീഇംബേഴ്സ്മെൻറ്റ് സിസ്റ്റം, ടാർഗറ്റഡ് എലിജിബിലിറ്റി, വുമൺ ഓൺലി ടൈമിംഗ് ബെനിഫിറ്റുകൾ, പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിന് കോമ്പൻസേഷൻ, ഇത്തരം ബാലൻസ്ഡ് മോഡൽസ് കൺസിഡർ ചെയ്യേണ്ടി വരാം. ഒരു വിഭാഗം പറയുന്നത് ഫ്രീ ട്രാവൽ കംപ്ലീറ്റ്ലി യൂണിവേഴ്സൽ ആക്കാതെ സ്പെസിഫിക് കാറ്റഗറിക്ക് മാത്രം നൽകണം എന്നാണ്. അതായത് സ്റ്റുഡൻസ്, തൊഴിലാളികൾ, ലോ ഇൻകം വിമൺ എന്നിവർക്ക് ലിമിറ്റ് ചെയ്യണമെന്നാണ് അഭിപ്രായം. പക്ഷേ സപ്പോർട്ടേഴ്സ് പറയുന്നത് മറ്റൊന്നാണ്. എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറും പോലെ മൊബിലിറ്റിയും ബേസിക് റൈറ്റ് ആക്കണം എന്നാണ് അവരുടെ ഒരു വ്യൂ. ഇപ്പോൾ ഫിനാൻഷ്യൽ വെർഡിക്റ്റ് എന്നാണ് ഈ പദ്ധതി വുമൺ എംപവർമെൻറ്റിനും ഹൗസ് ഹോൾഡ് സേവിങ്സിനും വലിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതേസമയം KSRTC ബഡ്ജറ്റ്, KSRTC ഫിനാൻസ്, പ്രൈവറ്റ് ബസ് സർവൈവൽ ഇവയ്ക്കെല്ലാം വലിയ ചലഞ്ച് സൃഷ്ടിക്കാനും ചാൻസ് ഉണ്ട്. അതിനാൽ ഈ പദ്ധതി വിജയിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഫ്രീ ട്രാവൽ അനൗൺസ് ചെയ്തത് കൊണ്ടല്ല, അത് ഫിനാൻഷ്യലി സസ്റ്റൈനബിളായി സർക്കാർ മാനേജ് ചെയ്യുമോ എന്നത് ഉൾക്കൊള്ളിച്ചാണ്. കൂടുതൽ വീഡിയോകൾക്കായി ഫോളോ ചെയ്യൂ.